പ്ലെയിൻ വരണം. സീപ്ലെയിൻ പദ്ധതി ഇരുകൈകളും നീട്ടി സ്വീകരിക്കാൻ ഒരുക്കമാണ് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല. സീപ്ലെയിൻ പദ്ധതിക്കായി കൊച്ചിയെ പരിഗണിച്ചതിനാലാണ് ഇവരുടെ പരാതി. 2013 ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആലപ്പുഴയായിരുന്നു ഒരു കേന്ദ്രം. ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് പദ്ധതി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിവിധ ഹൌസ് ബോട്ട് അസോസിയേഷനുകളുടെ ആവശ്യം. കോടികൾ ചിലവഴിച്ച് എങ്ങുമെത്താതായ ടൂറിസം സർക്യൂട്ട് പദ്ധതി, മുടങ്ങിപ്പോയ സീപ്ലെയിൻ, പുന്നമടയിൽ പൊട്ടിത്തകർന്നു നിൽക്കുന്ന ടൂറിസം ആസ്ഥാനം, അവഗണനയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആലപ്പുഴയ്ക്ക്. ടൂറിസം വകുപ്പിന്റെ കണക്ക് പ്രകാരം 31,403 വിദേശ വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ജില്ലയിലെത്തിയത്. ആഭ്യന്തര ടൂറിസ്റ്റുകളാകട്ടെ 7,44,352 പേർ. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ പദ്ധതിക്കായി ഉദ്ഘാടന പറക്കലിന് ജില്ലയെ തെരഞ്ഞെടുത്തത്. അന്ന് പ്രതിഷേധമുയർത്തിയ ഇടതുപക്ഷം ഇന്ന് ആഘോഷമാക്കി പദ്ധതി നടപ്പാക്കുമ്പോൾ ആലപ്പുഴയെ പരിഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. എന്നും തഴയാൻ വിധിക്കപ്പെട്ട ഒരു ജില്ല എല്ലാ തരത്തിലും, അതിനോടൊപ്പം തന്നെ ടൂറിസം മേഖലയും തഴഞ്ഞു പോവുകയാണ്. വഞ്ചനാപരമാണ് സർക്കാരിന്റെ നിലപാടെന്നാണ് ആക്ഷേപം. പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഉദ്ഘാടനം മാത്രമായി ചുരുക്കാതെ ഗുണകരമാകുന്ന രീതിയിൽ തുടർന്നും മുന്നോട്ട് പോകണമെന്നാണ് പരാജയപ്പെട്ട മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയെ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഈ മേഖലയിലുള്ളവർ പറയുന്നത്. എന്റെ ഈ പിന്നിൽ കാണുന്ന ഈ പൊളിച്ച ഭാഗമാണ്, ഈ പാലത്തിന് താഴെയോട്ടുള്ളത് ഒരു ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഒരു അമ്യൂണിറ്റി സെന്ററാണ്. സർക്കാർ ആത്മാർത്ഥമായി വിചാരിച്ചാൽ എതിർപ്പുമായി മുന്നിട്ടിറങ്ങിയ മുന്നണിയിലെ തന്നെ കക്ഷിയായ CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെയല്ല, കൊച്ചി എയർപോർട്ടിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് മാത്രം സർവീസ് നടത്താനാണ് സീപ്ലെയിനെങ്കിൽ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് മുഖപത്രത്തിൽ എഴുതിയതുപോലെ സാമ്പത്തികമായി വിജയം കണ്ടെത്താനാകാതെ സമരം ചെയ്തു തോൽപ്പിച്ച കേരളത്തിലെ മുൻ പദ്ധതികളിൽ ഒന്നുപോലെ സീപ്ലെയിന്റെ രണ്ടാം വരവിനെയും ചരിത്രത്തിൽ നമുക്ക് അടയാളപ്പെടുത്താം. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.